സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെടുന്നതോ ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്യുന്നതോ ആരുടെയെങ്കിലുമൊക്കെ പുറകെ അട്രാക്റ്റഡായി പോയി പെട്ടെന്ന് വാക്ക് കൊടുത്ത് ഒരു വിവാഹ ജീവിതത്തിലേക്കോ ലിവിങ് ടുഗദറിലേക്കോ ഒക്കെ കയറിപ്പോയാൽ അനുദപിച്ച് പശ്ചാത്തപിച്ച് വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കേണ്ട അവസ്ഥ വരാം. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മോർണിംഗ് ഗ്ലോറി കാണുന്ന എല്ലാ പ്രേക്ഷകരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പുതിയ ചില വെളിപ്പാടുകൾ നമ്മൾ കേട്ടു. ഈ മോർണിംഗ് ഗ്ലോറിയുടെ പുതിയ സീസണിൽ നമ്മൾ ഒത്തിരി ടെസ്റ്റിമണീസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സീസണാണ്. നിങ്ങൾക്കും ഇതുവരെ ടെസ്റ്റിമണീസ് അയച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അയച്ചു തരുവാൻ സാധിക്കും. നമുക്ക് ഇന്നൊരു കോ സ്പോൺസറാണ് ഉള്ളത്. ചേർത്തലയിൽ നിന്നാണ് ആതിര ആനന്ദ്. നമുക്ക് ഒരുമിച്ച് ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. സിസ്റ്ററെ ബ്ലെസ് ചെയ്യുന്നു. കർത്താവിൻ്റെ സകലവിധ അനുഗ്രഹങ്ങളും കർത്താവ് ഞങ്ങളിപ്പോൾ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ദേവദൂതന്മാർ സിസ്റ്ററിന് വേണ്ടി ഈ കുടുംബത്തിന് വേണ്ടി ചലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എസ്പെഷ്യലി ബിസിനസ്സിൻ്റെ മേഖലയിൽ കർത്താവെ വലിയ അനുഗ്രഹങ്ങൾ ഇവർ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയൊരു പ്രോസ്പെരിറ്റി, കർത്താവിൻ്റെ വലിയൊരു ഓപ്പൺ ഡോർ ഇവരുടെ ലൈഫിൽ, ഇവരുടെ ബിസിനസ്സിൽ സ്പെഷ്യലി കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ദേശത്ത് ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവേലയ്ക്ക് വേണ്ടി നിന്നതുകൊണ്ട് കർത്താവെ ഈ കുടുംബത്തെയും തലമുറകളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് നന്ദി കർത്താവ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ വാതിലുകൾ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഞായറാഴ്ച കോട്ടയത്ത് വെച്ച് നമ്മുടെ സെലിബ്രേഷൻ സൺഡേ നടക്കുന്നു. പാസ്റ്റർ ഷമ നിങ്ങളുമായി ശുശ്രൂഷിക്കാൻ എത്തുന്നു. അപ്പോൾ തന്നെ അടുത്ത ആഴ്ച നമുക്ക് മിഡിൽ ഈസ്റ്റിൽ ദുബായിലും ദോഹയിലും നമ്മുടെ മീറ്റിംഗ്സ് നടക്കുന്നു. സോ അതിൻ്റെ ഡീറ്റെയിൽസും ഞങ്ങൾ സ്ക്രീനിൽ ഇതിന് ശേഷം കാണിക്കും. ഗോഡ് ബ്ലെസ് യു. വെൽക്കം ബാക്ക്. ഇന്ന് ജൂലൈ 14 ചൊവ്വാഴ്ച. ഇന്നത്തെ ഫോക്കസ് വേർഡ് ഡിവൈൻ വിസ്ഡം, ദൈവിക ജ്ഞാനം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ തന്നെ ലൈവിൽ പങ്കെടുക്കുന്നവരും ഇതിന് ശേഷം കാണുന്നവരും ടൈപ്പ് ചെയ്യുക ദൈവിക ജ്ഞാനം, ഡിവൈൻ വിസ്ഡം. അതാണ് നിങ്ങളുടെ അറ്റൻഡൻസ് മാർക്ക്. എപ്പോൾ കണ്ടാലും ഇത് ടൈപ്പ് ചെയ്ത് വയ്ക്കുക. ഇന്നത്തെ ഫോക്കസ് വേഴ്സ് ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 5, യാക്കോബിൻ്റെ ലേഖനം 1:5. ഈ വചനങ്ങളും ഈ ടോപ്പിക്കൊക്കെ ഇതിനു മുമ്പ് പല പ്രാവശ്യം വന്നു പോയിട്ടുണ്ട്. പക്ഷേ കേട്ട ഒരു കാര്യം കുറഞ്ഞ ഒരു 10-21 പ്രാവശ്യമെങ്കിലും കേൾക്കുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്നത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ പണ്ട് മോർണിംഗ് ഗ്ലോറിയിൽ സംസാരിച്ചതാണല്ലോ എന്നൊന്നും ചിന്തിക്കരുത്. അതിൻ്റെ അടുത്തടുത്ത ലെവലുകളിലേക്ക് പോകാം. ജെയിംസ് 1:5, ഇഫ് എനി ഓഫ് യു ലാക്സ് വിസ്ഡം യു ഷുഡ് ആസ്ക് ഗോഡ് ഹു ഗിവ്സ് ജനറസ്ലി ടു ഓൾ. ഒരുത്തരം ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ധാരാളമായി ഉദാരമായി നൽകുന്ന, എല്ലാവർക്കും ധാരാളമായി ഉദാരമായി നൽകുന്ന ദൈവത്തോട് ചോദിക്കട്ടെ, ദൈവം തരും. ജ്ഞാനത്തിന് വേണ്ടി ചോദിക്കുവാനുള്ള ആഹ്വാനമാണ് ഈ വചനത്തിലുള്ളത്. ഡെക്ലറേഷൻ നോക്കുക. ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം ഗൈഡ്സ് മീ ടുഡേ. ജ്ഞാനത്തിൻ്റെ ആത്മാവ് എന്നെ ഇന്ന് നയിക്കുന്നു. ഐ മേക്ക് ഡിസിഷൻസ് ദാറ്റ് ഓണർ ഗോഡ് ആൻഡ് അഡ്വാൻസ് ഹിസ് പ്ലാൻ. ഞാനെടുക്കുന്ന തീരുമാനങ്ങൾ ദൈവത്തെ ബഹുമാനിക്കുന്നതും ദൈവത്തിൻ്റെ പദ്ധതികളെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതുമാണ്. ബൈബിൾ റീഡിംഗ് പ്ലാനാണ് അടുത്തത്. ഇപ്പോൾ വായിക്കേണ്ട ആ പേജിലുണ്ട്. ജൂലൈ 14 പേജിൽ കാണുന്ന ബൈബിൾ റീഡിംഗ് പാസേജുകൾ ഇന്ന് തന്നെ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് വായിച്ച് ടിക്ക് ചെയ്യുക. ഡിവൈൻ വിസ്ഡം അഥവാ ദൈവിക ജ്ഞാനത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ, 4 കാര്യങ്ങൾ പറയാൻ പോവുക. നമ്പർ 1, വിസ്ഡം ഈസ് ദ എബിലിറ്റി ടു സീ ലൈഫ് ഫ്രം ഗോഡ്സ് പെർസ്പെക്റ്റീവ്. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നും നമ്മുടെ ജീവിതത്തെ കാണുവാനുള്ള കഴിവാണ് ജ്ഞാനം. വാവ്, എനിക്കിഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നും നമ്മുടെ ജീവിതത്തെ കാണുവാനുള്ള കഴിവാണ് ജ്ഞാനം. ദൈവം നമ്മുടെ ജീവിതത്തെ എങ്ങനെ കാണുന്നു അതുപോലെ നമ്മുടെ ജീവിതത്തെ നമ്മൾ കാണുക. അല്ലെങ്കിൽ ദൈവം ഉപയോഗിക്കുന്ന കണ്ണട
ലെൻസ് എടുത്ത് നമ്മൾ വയ്ക്കുക. ഉദ്ദേശിച്ചത് ദൈവത്തിൻ്റെ കണ്ണിലൂടെ ദൈവം കാണുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ കാണുക. നോളജ് ടെൽസ് us വാട്ട് സംതിങ് ഈസ്. പരിജ്ഞാനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ അതെന്താണ് എന്ന് പറയുന്നതാണ്. അണ്ടർസ്റ്റാൻഡിങ് ടെൽസ് us why it matters. എന്നാൽ വിവേകം എന്ന് പറയുന്നത് എന്തുകൊണ്ട് അതിന് പ്രാധാന്യമുണ്ട്, എന്തുകൊണ്ടത് പ്രാധാന്യം അർഹിക്കുന്നു എന്ന് പറയുന്നതാണ് അണ്ടർസ്റ്റാൻഡിങ്. വിസ്ഡം ടെൽസ് us what to do with it. എന്നാൽ ജ്ഞാനം പറയുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നോളജ് ഈസ് തിയറി, വിസ്ഡം ഈസ് പ്രാക്ടിക്കൽ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഈസ് ദ ബ്രിഡ്ജ്. ഈ ജ്ഞാനം എന്ന് പറയുന്നത് സൈദ്ധാന്തികമാണ്, എന്ന് പറഞ്ഞാൽ എക്കഡമിക്സാണ്. നമ്മൾ എന്തൊക്കെയോ പഠിക്കുന്നു, ഇൻഫർമേഷൻ എന്ന് വിചാരിച്ചത് ഇൻഫർമേഷൻ. പരിജ്ഞാനം എന്ന് പറയുന്നത് തിയറിറ്റിക്കാണ്, അത് അക്കാഡമിക്കാണ്, ഇൻഫർമേഷനാണ്. പരിജ്ഞാനം എന്ന് പറയുമ്പോൾ സൈദ്ധാന്തികമാണ്, അതിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതാണ്. ജനറൽ നോളജ്, പൊതുവിജ്ഞാനം എന്നൊക്കെ പറയും, ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചുള്ള അറിവ്, അതാണ് നോളജ്. വിസ്ഡം എന്ന് പറയുന്നത് അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യമാണ്. പ്രാക്ടിക്കൽ നോളജ് ആണ് വിസ്ഡം. എന്നാൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന വിവേകം എന്ന് പറയുന്നതാണ് അണ്ടർസ്റ്റാൻഡിങ്. അത് മനസ്സിലാക്കിയെങ്കിൽ, ഗ്രഹിച്ചെങ്കിൽ മാത്രമേ അത് ചെയ്തെടുക്കാൻ പറ്റൂ. തിയറി ആയിരിക്കുന്നൊരു കാര്യം പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാൻ, അതായത് പുട്ട് ഇൻ ടു പ്രാക്ടീസ് എന്ന് പറയുന്നത് പോലെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ആ ട്രാൻസ്ലേഷൻ നടക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ്, അഥവാ വിവേകത്തിലൂടെയാണ്. മെനി പീപ്പിൾ ഹാവ് ഇൻഫർമേഷൻ, ഫ്യൂ ഹാവ് വിസ്ഡം. ഒത്തിരി പേർക്ക് വിവരങ്ങൾ കിട്ടുന്നുണ്ട്, എന്ന് വെച്ചാൽ പരിജ്ഞാനം ഒത്തിരി പേർക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ പലർക്കും ജ്ഞാനമില്ല. ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ പറ്റൂ. സോ ദാറ്റ്സ് വൈ സോളമൻ ഡിഡ് നോട്ട് ആസ്ക് ഫോർ വെൽത്ത്, ഫെയിം ഓർ ലോങ് ലൈഫ്, ബട്ട് ഹി ആസ്ക്ഡ് ഫോർ വിസ്ഡം. ഈ ഒറ്റ കാരണത്താലാണ് സോളമൻ രാജാവ് ബാലനായിരുന്ന സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ, ദൈവം പ്രത്യക്ഷനായപ്പോൾ ദൈവത്തോട് സമ്പത്ത് ചോദിച്ചില്ല, പ്രശസ്തി ചോദിച്ചില്ല, അല്ലെങ്കിൽ ദീർഘായുസ് ചോദിച്ചില്ല, യുദ്ധത്തിൽ ജയം ചോദിച്ചില്ല. പകരം അവൻ ചോദിച്ചു, ജ്ഞാനമുള്ളൊരു ഹൃദയം അങ്ങനെയൊക്കെ നൽകണമേ. സദൃശവാക്യങ്ങൾ 4:7 വിസ്ഡം ഈസ് സുപ്രീം, ദെയർഫോർ ഗെറ്റ് വിസ്ഡം. ജ്ഞാനമാകുന്ന ഏറ്റവും ഉത്കൃഷ്ടമായത്, ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് ജ്ഞാനമാണ്. അതിനാൽ ജ്ഞാനം പ്രാപിക്കുക, അതൊരു കൽപ്പനയാണ്. സഭാപ്രസംഗി 8:1 വിസ്ഡം ബ്രൈറ്റൻസ് എ പേഴ്സൺസ് ഫേസ്. ഒരു മനുഷ്യൻ്റെ മുഖം പ്രകാശിക്കുമാറാക്കുന്നത് ജ്ഞാനമാണ്. ഞാനിത് പറയുന്ന സമയത്ത് ആഗ്രഹിക്കുകയാണ്, എനിക്കും നിങ്ങൾക്കും, നമുക്കേവർക്കും ജ്ഞാനമുള്ളൊരു ഹൃദയം, ജ്ഞാനമുള്ളൊരു ജീവിതം, ജ്ഞാനത്തോടെ എടുക്കുന്ന തീരുമാനങ്ങളും ചുവടുകളും ഉണ്ടായാൽ, വാവ്, ജ്ഞാനമുള്ള ഒരാൾ മാത്രമല്ല രക്ഷപ്പെടുന്നത്, അയാൾക്ക് ചുറ്റുമുള്ളവർക്ക് കൂടെ ജ്ഞാനം കിട്ടും. കാരണം ജ്ഞാനിയോടുകൂടെ നടന്നാൽ നീയും ജ്ഞാനിയാകും എന്ന് എഴുതിയിട്ടുണ്ട്. ഡാനിയൽ ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 21. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 2:21 ഹി ഗിവ്സ് വിസ്ഡം ടു ദ വൈസ് ആൻഡ് നോളജ് ടു ദ ഡിസേർണിങ്. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനം നൽകുന്നു, അതുപോലെ വിവേകികൾക്ക്, വിവേചനമുള്ളവർക്ക് പരിജ്ഞാനം നൽകുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ഒരുപക്ഷെ ദ ഗ്രേറ്റസ്റ്റ് ഡിസിഷൻ ഇൻ ലൈഫ് ആർ റെയർലി ഇൻഫർമേഷൻ പ്രോബ്ലംസ്, ദേ ആർ വിസ്ഡം പ്രോബ്ലംസ്. ജീവിതത്തിൽ നടക്കുന്ന പല പ്രശ്നങ്ങളുടെയും കാരണം ഇൻഫർമേഷൻ ഇല്ലാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ നോളജ് ഇല്ലാഞ്ഞിട്ടല്ല, പകരം വിസ്ഡം ഇല്ലാഞ്ഞിട്ടാണ്, ജ്ഞാനമില്ലാഞ്ഞിട്ടാണ്. ഉദാഹരണത്തിന്, ഭാവിയിലേക്ക് പല കാര്യങ്ങൾക്കും വേണ്ടി ഇപ്പോഴേ ചിലത് നീക്കിയിരിപ്പ് ആവശ്യമാണ്, അതിൻ്റെ അറിവുണ്ട്. ഭാവിയിലേക്ക് കൂടെ ഒരുപക്ഷെ ആരോഗ്യം ക്ഷയിച്ചാൽ, ഒരുപക്ഷെ മക്കളാരും നോക്കിയില്ലെങ്കിൽ, ഒരുപക്ഷെ ഇപ്പോഴത്തെ ജോലി നഷ്ടപ്പെട്ടാൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു കരുതൽ നിക്ഷേപം ആവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ചെയ്യുന്നില്ലെങ്കിലോ
ജ്ഞാനമില്ലാതായിപ്പോയി. 2 വ്യക്തികൾ, ആ 2 വ്യക്തികൾക്ക് കുറേയധികം റോ മെറ്റീരിയൽ അവരുടെ പ്ലോട്ടിൽ ഇറക്കി കൊടുക്കുക, ബിൽഡിംഗ് മെറ്റീരിയൽ, വീട് പണിയാൻ വേണ്ടിയിട്ട്. ഒരേപോലെയുള്ള മെറ്റീരിയലുകൾ, ഇപ്പുറത്ത് ഓടാണെങ്കിൽ ഇപ്പുറത്തും ഓട്, ഇപ്പുറത്ത് മരം കൊണ്ടുള്ളത് ഇപ്പുറത്ത് മരം കൊണ്ടുള്ളത്, എല്ലാം ഒരുപോലുള്ള സപ്ലൈ ചെയ്യും. ഒരാൾ, ജ്ഞാനമുള്ളൊരു വ്യക്തി എന്താ ചെയ്യാൻ പോകുന്നു? ജ്ഞാനമുള്ളൊരു വ്യക്തി ജ്ഞാനത്തോടുകൂടെ അടിസ്ഥാനമിട്ട് നല്ല രീതിയിൽ ഇത് പണിയുന്നു. മറ്റേ ആൾ പണിയുന്നത് ഒരു ഡിസാസ്റ്റർ ആയിരിക്കും. കാരണം ശരിയായ രീതിയിൽ ഫൗണ്ടേഷൻ മെറ്റീരിയലുണ്ട്, പക്ഷെ ശരിയായ രീതിയിൽ ബിൽഡിംഗ് നടക്കുന്നില്ല. അവിടെയാണ് ജ്ഞാനത്തിൻ്റെ ഉപയോഗമില്ലായ്മ നമ്മൾ കാണുന്നത്. നമ്പർ 2, ഡിവൈൻ വിസ്ഡം മസ്റ്റ് ബി സോട്ട്, നോട്ട് അസ്യൂംഡ്. ഈ ദൈവിക ജ്ഞാനം നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം, അതല്ലാതെ ഉണ്ടെന്ന് വിചാരിച്ചങ്ങ് ജീവിച്ചാൽ പോരാ. ജെയിംസ് ഡസ് നോട്ട് സേ വിസ്ഡം ഓട്ടോമാറ്റിക്കലി കംസ്. ഒരിക്കലും ചിന്തിക്കരുത് ജ്ഞാനം പ്രായമാകുമ്പോൾ ജ്ഞാനം വന്നോളൂ എന്ന് ചിന്തിക്കരുത്. എല്ലാവരോടും കൂടെ ഞാൻ പറയുകയാണ്, പ്രായമാകുമ്പോൾ പ്രായമനുസരിച്ച് ജ്ഞാനം വർദ്ധിച്ചോളും, തന്നെത്താൻ ഇതുണ്ടായിക്കോളും. അല്ല, ഇവിടെ പറയുന്നു ആസ്ക് ഗോഡ്. ദൈവത്തോട് ചോദിക്കാനാണ് പറയുന്നത്. ജ്ഞാനത്തിന് വേണ്ടി മനഃപൂർവ്വമായി പ്രാർത്ഥന വിഷയമായി എടുത്ത് ചോദിക്കാനാണ് പറയുന്നത്. ജ്ഞാനം തേടാൻ പറയുന്നു, ജ്ഞാനം സ്വീകരിക്കാൻ, പ്രാപിക്കാൻ പറയുന്നു. So God delights in giving wisdom to those who recognize their need. ഇങ്ങനെ ജ്ഞാനത്തിന് വേണ്ടി ചോദിക്കുന്നവരുടെ ആവശ്യം മനസ്സിലാക്കി അവർക്ക് ജ്ഞാനം നൽകുന്നവനാണ് ദൈവം. ഇപ്പോൾ ഓക്സിജൻ, പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല നമുക്ക് ഓക്സിജൻ കിട്ടുന്നത്. ദുഷ്ടന്മാർക്കും നല്ലവർക്കും സകലർക്കും അവൻ ഓക്സിജൻ കൊടുക്കുന്നു, സൂര്യപ്രകാശം കൊടുക്കുന്നു, മഴ പെയ്യിപ്പിക്കുന്നു, മഞ്ഞ് കൊടുക്കുന്നു, കാലാവസ്ഥ കൊടുക്കുന്നു. അത് എല്ലാവർക്കും ഒരു പാർഷ്യാലിറ്റി ഇല്ലാതെ കൊടുത്തുകൊണ്ടിരിക്കും. ജ്ഞാനം അങ്ങനെയല്ല. ശലോമോൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അവൻ ജ്ഞാനിയായത്. ഇന്ന് ലോകചരിത്രത്തിൽ ഏറ്റവും ജ്ഞാനമുണ്ടായിരുന്ന രാജാവായിട്ട് ശലോമോൻ അറിയപ്പെടുന്നെങ്കിൽ അത് വെറുതെ സംഭവിച്ചതല്ല. താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവം പ്രത്യക്ഷനായി വ്യക്തമായി ചോദിച്ചു മേടിച്ചതാണ്. അപ്പോൾ മോർണിംഗ് ഗ്ലോറിക്കാരെ ശ്രദ്ധിക്കുക, ജീവിതത്തിൽ ജ്ഞാനമുള്ളൊരു ഹൃദയത്തിന് വേണ്ടി ഒരു വിഷയമായിട്ടെടുത്ത്, നിങ്ങൾ പലരും ഒരു പക്ഷേ നമ്മുടെ പ്രേയർ ഡയറിയിൽ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ എഴുതി പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കാം. ഇന്ന് എഴുതിക്കോ, ഇത് എഴുതിയിട്ടില്ലെങ്കിൽ. കർത്താവേ, ജ്ഞാനമുള്ള ഒരു ഹൃദയം എനിക്ക് നൽകണമേ. ദൈവത്തിന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ജ്ഞാനം നൽകാൻ ദൈവത്തിന് സന്തോഷമുള്ളൂ. ദൈവത്തെ അത് ഒഫൻഡ് ചെയ്യിക്കുകയില്ല, ദൈവത്തിന് അതിന് ഇറിറ്റേഷൻ ഉണ്ടാകുകയില്ല. ദ മോസ്റ്റ് ഡേഞ്ചറസ് പേഴ്സൺ ഈസ് നോട്ട് the one who lacks wisdom, but the one who thinks he already has enough wisdom. ജ്ഞാനം കുറവുള്ളൊരു വ്യക്തിയല്ല അപകടം പിടിച്ചൊരു വ്യക്തി, പകരം ജ്ഞാനമുണ്ടെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ജ്ഞാനമുണ്ട്, ഞാൻ ജ്ഞാനിയാണെന്ന് നടിക്കുന്ന, ഭാവിക്കുന്ന, അങ്ങനെ ചിന്തിച്ചു പോകുന്ന, സങ്കല്പിക്കുന്നൊരു വ്യക്തിയാണ് അപകടകാരി. അതേസമയത്ത് ജ്ഞാനം കുറവുള്ള ഒരാൾ അപകടകാരിയല്ല. അങ്ങനെയുള്ളവർക്ക് മാത്രമേ പ്രാർത്ഥിക്കാൻ തോന്നൂ, എനിക്ക് ജ്ഞാനം വേണമെന്നുള്ളൊരു ബോധ്യം ഉണ്ടാകും. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെ വായിക്കുമ്പോൾ, ഡു നോട്ട് ബി വൈസ് ഇൻ യുവർ ഓൺ ഐസ്. നിൻ്റെ സ്വന്തം കണ്ണിൽ നിനക്ക് തന്നെ ജ്ഞാനിയായി തോന്നരുത്. കർത്താവേ, എനിക്ക് ജ്ഞാനം കുറവാണ്. അവരവർ വിശ്വസിക്കണം, എനിക്ക് ജ്ഞാനമില്ല. സങ്കീർത്തനങ്ങൾ 25:9 ഹി ഗൈഡ്സ് ദ ഹംബിൾ ഇൻ വാട്ട് ഈസ് റൈറ്റ്. എന്ന് വെച്ചാൽ താഴ്മയുള്ളവരെ ശരിയായ പാതയിൽ നടത്തുന്നവനാണ് നമ്മുടെ ദൈവം. താഴ്മയുള്ളവരുടെ ഹൃദയത്തോട് ദൈവം ചാഞ്ഞു വരും. മത്തായി സുവിശേഷം 7:7 ആസ്ക് ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൻ ടു യു. ചോദിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ചോദിക്കണം. ഹ്യൂമിലിറ്റി ഓപ്പൺസ് ദ ഡോർ ടു വിസ്ഡം. താഴ്മയാണ് ജ്ഞാനത്തിൻ്റെ വാതിൽ തുറക്കുന്നത്. ഒന്നുകൂടെ, താഴ്മയാണ് ജ്ഞാനത്തിൻ്റെ വാതിൽ തുറക്കുന്നത്. പെട്ടെന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക, ഹ്യൂമിലിറ്റി ഓപ്പൺസ് ദ ഡോർ ടു വിസ്ഡം. താഴ്മ ജ്ഞാനത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നു. എല്ലാവരും ടൈപ്പ് ചെയ്തിടുക, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. ഒരു വിദ്യാർത്ഥി, പഠിക്കാൻ വന്നിരിക്കുന്ന ഒരു വിദ്യാർത്ഥി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൊഴിൽ പഠിക്കാൻ വന്നിരിക്കുന്ന, അപ്രൻറ്റിസ്ഷിപ്പിനോ ഒക്കെ വന്നിരിക്കുന്ന ഒരു കുട്ടി, ഒരു കാൻഡിഡേറ്റ്, ഒരു സ്റ്റുഡൻറ്റ്,
എനിക്കെല്ലാം അറിയാം. ആശാൻ അറിയാവുന്നതിനേക്കാൾ കൂടുതൽ എനിക്കറിയാം, അല്ലെങ്കിൽ ടീച്ചർക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ എനിക്കറിയാം, എനിക്കെല്ലാം അറിയാം എന്ന ഭാവത്തിലിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ ഒരിക്കലും, ഒരു ട്രെയിനിയെ ഒരിക്കലും നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. വലിയ താഴ്മയുണ്ട്, എനിക്ക് പഠിക്കണം, സംശയങ്ങൾ ചോദിച്ചൊക്കെ പഠിക്കുന്നൊരു വ്യക്തി പെട്ടെന്ന് വളരും. അല്ലാത്ത ആളുടെ വളർച്ച മുരടിച്ചു പോകുന്നു. പ്രൈഡ് ക്ലോസസ് ദ ക്ലാസ് റൂം. അഹങ്കാരം കൊണ്ട് ക്ലാസ് റൂമിൻ്റെ വാതിലുകൾ അടയ്ക്കാൻ കഴിയും. ഹ്യൂമിലിറ്റി ഓപ്പൺസ് ദ ക്ലാസ് റൂം ഓഫ് വിസ്ഡം. എന്നാൽ താഴ്മയോ ജ്ഞാനത്തിൻ്റെ ക്ലാസ് മുറിയെ അത് തുറക്കുന്നു. നമ്പർ 3, വിസ്ഡം പ്രൊട്ടക്ട്സ് us ഫ്രം കോസ്റ്റ്ലി മിസ്റ്റേക്സ്. ഓ മൈ ഗോഡ്, വളരെ അപകടം പിടിച്ച തെറ്റുകളിൽ നിന്ന് പോലും നമ്മെ സംരക്ഷിക്കുന്നത് ജ്ഞാനമാണ്. കാരണം മെനി ബാറ്റിൽസ് ക്യാൻ ബി അവോയ്ഡഡ് ത്രൂ വിസ്ഡം. നിരവധി യുദ്ധങ്ങളെ ഒഴിവാക്കാൻ ജ്ഞാനം ഉണ്ടായാൽ മതി. ഒത്തിരി പോരാട്ടങ്ങളെ, ഒത്തിരി ഫൈറ്റുകൾ ഒഴിവാക്കാൻ ജ്ഞാനം മതി. വിസ്ഡം സീസ് കോൺസിക്വൻസസ് ബിഫോർ ദേ അറൈവ്. ജ്ഞാനത്തിൻ്റെ പ്രത്യേകത വരാനിരിക്കുന്ന അനന്തരഫലങ്ങളെ അഥവാ പരിണിത ഫലങ്ങളെ മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവ് ജ്ഞാനത്തിനുണ്ട്. വിഡ്ഢിയായൊരു മനുഷ്യൻ, വിസ്ഡം ഇല്ലാത്തൊരു മനുഷ്യൻ സംഭവിക്കുന്നത് എല്ലാ തെറ്റുകളും വരുത്തി, ആ തെറ്റുകൾ വരുത്തിയ അയ്യോ ഇങ്ങനെയായിരുന്നോ, അത് ചെയ്യേണ്ടായിരുന്നെന്ന് ചിന്തിക്കുന്നു. പക്ഷെ ജ്ഞാനിയായൊരു മനുഷ്യൻ മുൻകൂട്ടി കാണും, ഇങ്ങനെ ചെയ്താൽ ഇന്ന രീതിയിലുള്ള പരിണിത ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങ് ഒഴിവാക്കും. സദൃശവാക്യങ്ങൾ 22:3 കാണുന്നത്, ദ പ്രൂഡൻറ്റ് സീ ഡേഞ്ചർ ആൻഡ് ടേക്ക് റെഫ്യൂജ്. ഇതുപോലെ വിവേകമുള്ളൊരു വ്യക്തി, ജ്ഞാനിയായൊരു വ്യക്തി അപകടങ്ങളെ മുൻകൂട്ടി കണ്ട് അത് ഒഴിവാക്കുന്നു, അഥവാ സങ്കേതത്തിലേക്ക് പോകുന്നു. കൊലോസ്യ ലേഖനം 4:5 പറയുന്നത്, ബി വൈസ് ഇൻ ദ വേ യു ആക്ട്. നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ജ്ഞാനികളായിരിപ്പിൻ, ജ്ഞാനത്തോടുകൂടി പെരുമാറുവിൻ. എഫെസ്യ ലേഖനം 5:15 മുതൽ 17 വരെ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ബി വെരി കെയർഫുൾ ഹൗ യു ലിവ്, നോട്ട് ആസ് അൺവൈസ് ബട്ട് ആസ് വൈസ്. നിങ്ങൾ ജീവിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ ജീവിച്ച്, അവിടെ പറയുന്നത് അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട് തന്നെ. അപ്പം ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ ചുവടുകൾ എടുക്കുമ്പോഴും നമുക്ക് ആവശ്യമുള്ളതാണ് ജ്ഞാനം. അത് ദൈവം നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. അത് ചോദിച്ചു വാങ്ങണം. സ്പിരിറ്റ് ഓഫ് വിസ്ഡം എന്നൊരു ആത്മാവുണ്ട്, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മ നിറവിൽ നാം ജീവിക്കുമ്പോൾ ജ്ഞാനത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. ഇനി പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. എ മൊമെൻ്റ് ഓഫ് വിസ്ഡം ക്യാൻ സേവ് ഇയേഴ്സ് ഓഫ് റിഗ്രറ്റ്. ഒരു നിമിഷം നാം കാണിക്കുന്ന ജ്ഞാനം അനേക വർഷങ്ങളിലെ ഖേദങ്ങളെ ഒഴിവാക്കും. അതായത് അനേക വർഷങ്ങൾ അനുദപിച്ച് ജീവിക്കേണ്ട ആ ആയുസ് സംരക്ഷിക്കാൻ ഒരു നിമിഷത്തെ ജ്ഞാനം മതി. ഉദാഹരണം ഞാൻ പറയാം. എല്ലാ ബോയ്സ്, ഗേൾസ്, യങ്സ്റ്റേഴ്സ് എല്ലാം കേൾക്കുക. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് നിങ്ങൾ അല്പജ്ഞാനത്തോടുകൂടി ചെയ്യുവാണെങ്കിൽ ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ചില അനുതാപക്രിയകളിൽ നിന്നും അല്ലെങ്കിൽ ഖേദത്തിൽ നിന്ന്, റിഗ്രറ്റിൽ നിന്ന് നിങ്ങൾക്കൊരുപക്ഷെ രക്ഷപ്പെടാൻ കഴിയും. ഇതിന് പറയാൻ കാരണം സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെടുന്നതോ, ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വഴി പരിചയപ്പെട്ടതോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വഴിയിൽ വെച്ച് പരിചയപ്പെട്ടതോ ആയ ആരുടെയെങ്കിലുമൊക്കെ പുറകെ അട്രാക്റ്റഡായി പോയി പെട്ടെന്ന് വാക്ക് കൊടുത്ത് ഒരു വിവാഹ ജീവിതത്തിലേക്കോ ലിവിങ് ടുഗദറിലേക്കോ ഒക്കെ കയറിപ്പോയാൽ സംഭവിക്കുന്നത് ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന, വളരെ അനുദപിച്ച് പശ്ചാത്തപിച്ച് വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കേണ്ട അവസ്ഥ വരാം. ആ ഒരു നിമിഷം കാണിക്കുന്ന ജ്ഞാനമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഒന്നും വേഗത്തിൽ എടുത്തു ചാടി ചെയ്യരുത്. ഇരുന്ന് പ്രാർത്ഥിക്കുക, തിരിച്ചും മറിച്ചും ചിന്തിക്കുക. ഇത് തന്നെയാണോ ദൈവത്തിൻ്റെ ഹിതം? ചോദിച്ച് ഉറപ്പിക്കുക. പാം ആൻഡ് വൈൻ എന്ന പുസ്തകം നമ്മളിവിടെ പബ്ലിഷ് ചെയ്തപ്പോൾ അതിൽ പ്രീ മാരിറ്റലും മാരിറ്റലും ഉണ്ട്.
അതിൻ്റെ ആദ്യ ഭാഗത്തൊരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം പാരാമീറ്റേഴ്സ് നമ്മൾ നോക്കണം എന്നൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഞങ്ങൾ ഒരേപോലെ ചിന്തിക്കുന്നു, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. അല്ലെങ്കിൽ ഒരു ദിവസം രാത്രി ഒന്ന് സ്വപ്നം കണ്ടു, ഒരു പെൺകുട്ടിയെ സ്വപ്നം കണ്ടു, ഒരു ആൺകുട്ടിയെ സ്വപ്നം കണ്ടു, ഇത് ദൈവത്തിൽ നിന്നാണ് എന്ന് ചിന്തിക്കരുത്. നമ്പർ 4, ട്രൂ വിസ്ഡം പ്രൊഡ്യൂസസ് ഗോഡ്ലി ക്യാരക്ടർ. ശരിയായ ജ്ഞാനം ദൈവിക സ്വഭാവ ശ്രേഷ്ഠതയെ ഉളവാക്കുന്നു. കാരണം ഈ യാക്കോബിൻ്റെ ലേഖനത്തിൽ ജെയിംസ് ലേറ്റ് ഡിസ്ക്രൈബ്സ് ഹെവൻലി വിസ്ഡം 3-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. അതിനുശേഷം അദ്ദേഹം സ്വർഗീയ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വേൾഡ്ലി വിസ്ഡം ഉണ്ട്, ഗോഡ്ലി വിസ്ഡം അഥവാ ഹെവൻലി വിസ്ഡം ഉണ്ട്, സ്പിരിച്വൽ വിസ്ഡം ഉണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിസ്ഡം ഇസ് നോട്ട് ഇൻ്റലിജൻസ്. ഒത്തിരി ഐക്യമുള്ള ഒരാൾ വിസ്ഡമുള്ള ഒരാളാണെന്ന് ഓട്ടോമാറ്റിക്കലി തീരുമാനിക്കാൻ പറ്റില്ല. ഐക്യമുള്ള ഒത്തിരി പേരുണ്ട്, മഹാമണ്ഡത്തരങ്ങളായിരിക്കും ഡിസിഷനിലെടുക്കുന്നത്. അങ്ങനെ തകർന്നു പോയ എത്രയോ ജീവിതങ്ങൾ. എന്നാൽ ജ്ഞാനം എന്ന് പറയുന്നത് ഇൻ്റലിജൻസ് അല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. ബുദ്ധി വൈഭവമല്ല ജ്ഞാനം. യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നതനുസരിച്ച് ദിസ് ഹെവൻലി വിസ്ഡം ഈസ് ഹോളി. ഇത് പരിശുദ്ധമാണ്, വിശുദ്ധമാണ്, ദൈവത്തിൽ നിന്ന് വരുന്നതാണ്, ഉയരത്തിൽ നിന്ന് വരുന്നതാണ്. യാക്കോബിൻ്റെ ലേഖനം 3:17 പറയുന്നുണ്ട്, ദ വിസ്ഡം ഫ്രം അബവ് ഈസ് പ്യുവർ. അവിടെ പറയുന്നത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലമാണ്. ബിക്കോസ് ദിസ് ഇസ് ഫ്രം ഗോഡ്. എവറിത്തിങ് ദാറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം ഗോഡ് ഈസ് ഹോളി, പ്യുവർ. രണ്ടാമതായി അത് സമാധാനകാംക്ഷിയാണ്, സമാധാനത്തെ ഇഷ്ടപ്പെടുന്നു. 3, കൺസിഡറേറ്റ്, അത് സകലവും പരിഗണിച്ച് വെൽ കാൽക്കുലേറ്റഡായി ചെയ്യുന്ന ഒന്നാണ്. മറ്റൊന്ന് ഇറ്റ് ഈസ് സബ്മിസീവ്, അത് വിധേയപ്പെടുന്നതാണ്, താഴ്മയുള്ളതാണ്. ദെൻ ഫുൾ ഓഫ് mercy ആൻഡ് ഗുഡ് ഫ്രൂട്ട്. മാത്രമല്ല വളരെ കരുണയും മനസ്സലിവും സൽഫലവുമുള്ളതാണ്. വാവ്! അപ്പോൾ സ്വർഗീയ ജ്ഞാനത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ കണ്ടോ? ഇതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. സദൃശവാക്യങ്ങൾ 11:2 വിത്ത് ഹ്യൂമിലിറ്റി കംസ് വിസ്ഡം. താഴ്മയോടുകൂടെ ജ്ഞാനവും വരുന്നു. താഴ്മയുള്ളവർക്ക് ജ്ഞാനം കിട്ടുമെന്നർത്ഥം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-23 വചനങ്ങളിലാണ് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് പറഞ്ഞിരിക്കുന്നത്. ആ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് പോലും നമുക്ക് എന്ത് കൊണ്ടുവരുന്നു? ജ്ഞാനം കൊണ്ടുവരുന്നു. The proof of wisdom is not how much we know. The proof of wisdom is how we live. ജ്ഞാനം എന്ന് പറയുന്ന ഒത്തിരി കാര്യങ്ങളറിയാം. ഇപ്പോൾ ഒരാളുമായിട്ട് ഇരിക്കുന്ന സമയത്ത് ജ്ഞാനിയായ ഒരു മനുഷ്യൻ ഒത്തിരി കാര്യങ്ങളിങ്ങനെ സംസാരിച്ചു, ഇതൊക്കെ എന്നാ അറിവ്. അത് അറിവാണ്, ജ്ഞാനമല്ല. ജ്ഞാനം വെളിപ്പെടുന്നത് ജീവിതത്തിലാണ്. ഹൗ വി ലിവ്. ജീവിതത്തിൽ അത് പ്രകാശിക്കണം, അല്ലെങ്കിൽ ജീവിതത്തിൽ അത് വെളിപ്പെടണം. അതല്ലാതെ കുറേ അറിവുകൾ സംസാരിക്കുന്നതല്ല ജ്ഞാനം. അതായത് ജ്ഞാനം വാക്കുകളിലൂടെ വരുന്നതിന് മുമ്പ് സ്വഭാവ ശ്രേഷ്ഠതയിലൂടെ ജീവിതത്തിൽ വെളിപ്പെടുന്നു. അതാണ് ജ്ഞാനി. അതല്ലാതെ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാൾ, അറിവ് പകരുന്ന ഒരാൾ ജ്ഞാനിയാകണമെന്നില്ല. അത് നോളജ് ലെവലിലാണ് അപ്പോഴും നിൽക്കുന്നത്. വിസ്ഡം ഇസ് പ്രാക്ടിക്കൽ. അയാളുടെ ലൈഫിൽ അത് കാണുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ജ്ഞാനം വേണമെന്ന്? അങ്ങനെയുള്ളവർ ദയവായി കമൻറ്റ് സെക്ഷനിൽ ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്യുക, ലോർഡ് ഐ വാണ്ട് വിസ്ഡം, അല്ലെങ്കിൽ ലോർഡ് ഐ ആസ്ക് ഫോർ വിസ്ഡം. ദൈവമേ എനിക്ക് ജ്ഞാനം നൽകണമേ. ടൈപ്പ് ചെയ്തിടുക, ദൈവമേ എനിക്ക് ജ്ഞാനമുള്ളൊരു ഹൃദയം നൽകണമേ. സോളമൻ ചോദിച്ചതുപോലെ, ശലോമൻ ചോദിച്ചതുപോലെ, ജ്ഞാനികളായ പലരും ദൈവത്തോട് ചോദിച്ചു വാങ്ങിയതുപോലെ, ദാനിയേൽ ചോദിച്ചു വാങ്ങിയതുപോലെ, ജോസഫ് ചോദിച്ചു വാങ്ങിയതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവെ, ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കൈ നീട്ടിപ്പിടിക്കാം. രോഗികളെ കർത്താവ് സൗഖ്യമാക്കണമേ. ദുശീലങ്ങൾ പലരിൽ നിന്നും ഇപ്പോൾ വിട്ടു പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ജീവിതത്തിൽ പല കാര്യങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്നവർ സ്വതന്ത്രമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ മിറക്കിൾ പെട്ടെന്ന് കർത്താവിൻ്റെ ഉള്ളിൽ പറയുന്ന ഈ വീസിങ് പോലെ, ഇങ്ങനെ പറയാം, ശ്വാസതടസ്സം,
ആസ്മ പോലെയൊക്കെ വരുന്ന ആളുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പരാജയബോധം കൊണ്ട് ജീവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പുറത്തു വരട്ടെ. ജ്ഞാനമുള്ള ഹൃദയത്തോടെ ജീവിക്കട്ടെ. കൈനീട്ടി പിടിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും കർത്താവിലേക്ക് അർപ്പിക്കുക. കർത്താവെ, ഞാൻ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ കൊടുത്തതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ പോഡ്കാസ്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. ഇതിൻ്റെ ലിങ്കുകൾ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കണം. നിങ്ങൾ വാട്സപ്പ് സ്റ്റേറ്റസിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുമുണ്ട് പ്രതിഫലം. ഗോഡ് ബ്ലസ് യു. സീ ടുമോറോ. ബൈ.